ഇസ്രായേലിൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന്റെ 1ാം വാർഷിക ദിനത്തിലും ഗാസയിലും ലെബനനിലും കനത്ത ആക്രമണം തന്നെ നടത്തുകയായിരുന്നു ഇസ്രായേൽ. ഹമാസ് വീണ്ടും സംഘം ചേർന്ന് രഹസ്യ ആക്രമണ പദ്ധതികൾ മെനയുന്നുവെന്നാരോപിച്ചാണ് ഗാസയിൽ കരയിൽ നിന്നും ആകാശത്തു നിന്നും ഇസ്രായേൽ കടുത്ത ആക്രമണം നടത്തിയത്. പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം വടക്ക് ജബാലിയിലും തെക്ക് ഖാൻ യൂനീസിലുമായി അവശേഷിക്കുന്ന ജനങ്ങളോട് അവിടം വിട്ടു പോകാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒക്ടോബർ 7 വാർഷിക ദിനത്തിലെ ആക്രമണങ്ങളിൽ 52 പലസ്തീൻകാർ കൊല്ലപ്പെട്ടുവെന്ന വിവരങ്ങളും പുറത്തുവരുന്നു. മാത്രമല്ല, ഇക്കഴിഞ്ഞ ദിവസം രാവിലെ ഇസ്രായേൽ നഗരമായ ടെൽ അവീവിലേക്ക് ഹമാസും തുറമുഖ നഗരമായ ഹെഫയിലേക്ക് ഹിസ്ബുള്ളയും റോക്കറ്റ് ആക്രമണം നടത്തി. ഹെഫയിൽ 10 പേർക്കും ടെൽ അവീവിൽ 2 പേർക്കും പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത്. റോക്കറ്റുകൾ ഏറെയും ഇസ്രായേൽ വെടിവെച്ചിടുകയായിരുന്നു. വടക്കൻ ഗലി മേഖലയിലും ഡസൺ കണക്കിന് റോക്കറ്റുകളാണ് വന്നു പതിച്ചത്. തെക്കൻ ലെബനൻ അതിർത്തിയിലെ പട്ടണത്തിൽ മുനിസിപ്പൽ കെട്ടിടത്തിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 10 എയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. അതുപോലെ തന്നെ ലെബനൻ അതിർത്തിയിലെ ഏറ്റുമുട്ടലിൽ ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടു. ബെയ്റൂട്ടിലും കനത്ത ആക്രമണം തന്നെയാണ് ഇസ്രായേൽ നടത്തുന്നത്. തിങ്കളാഴ്ച രാവിലെയും വടക്കൻ ഗാസയിലെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പ് മേഖലയിൽ ഇസ്രായേൽ കനത്ത ബോംബാക്രമണം നടത്തി. പ്രദേശമാക്കി കൂടുതൽ സൈനിക ടാങ്കുകൾ വളഞ്ഞു. മാത്രമല്ല, പട്ടണങ്ങളിലെ ജനങ്ങളോടാണ് ഒഴിയാൻ ആവശ്യപ്പെട്ടത്. മധ്യ ഗാസയിലെ ദേർ എൽ ബലാഹിലെ അൽ അഹസ ആശുപത്രി വളപ്പിലെ അഭയാർത്ഥി കൂടാരങ്ങളിലും ബോംബിട്ടു. 11 പേർക്കടക്കം പരിക്കേറ്റു. ഗാസയിൽ ദേർ അഹിൽ ബലിയിലെ പള്ളിയിലും സ്കൂളിലും ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 23 പേരാണ് കൊല്ലപ്പെട്ടത്. ഹമാസിനെ ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു ആക്രമണമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. ലെബനനിൽ കൂടുതൽ പ്രദേശങ്ങൾ ഒഴിപ്പിക്കൽ നിർദ്ദേശം നൽകിയ ഇസ്രായേൽ ഗാസ അതിർത്തിയിലേക്ക് കൂടുതൽ കരസേനയെ എത്തിച്ചു. ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന് തന്നെയാണ് UK ഇസ്രായേൽ അംബാസഡറും വ്യക്തമാക്കുന്നത്. ഇതിനിടെ തെക്കൻ ഇസ്രായേലിലെ ബിർഷ ബസ് സ്റ്റാൻഡിൽ അക്രമി നടത്തിയ വെടിവെപ്പിൽ പോലീസ് ഉദ്യോഗസ്ഥയടക്കം കൊല്ലപ്പെട്ടു. അക്രമിയെ ഇസ്രായേൽ സൈന്യം വധിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലാകെ ആക്രമണം നടത്തിയെന്നാണ് ഇസ്രായേലി പ്രതിരോധ വകുപ്പ് അറിയിക്കുന്നത്. ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങളും മറ്റ് സംവിധാനങ്ങളും അടക്കം തകർത്തു. ബെയ്റൂട്ടിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള റോഡിന് സമീപത്തെ കെട്ടിടവും ഹിസ്ബുള്ളയുടെ റേഡിയോ വിഭാഗം അൽ മനാറിന്റെ കേന്ദ്രമടക്കം തകർന്നു. നിലവിൽ സാധാരണക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനായി മുന്നറിയിപ്പ് നൽകുന്നു. മാത്രമല്ല, ഇവരെ ഒഴിപ്പിച്ചതിന് പിന്നാലെ മാത്രമേ ആക്രമണം നടത്തൂ എന്നും ഇസ്രായേൽ പറയുന്നു. എന്നാൽ പാർപ്പിട സമുച്ചയങ്ങളിലേക്ക് ആയുധങ്ങൾ മാറ്റി സാധാരണക്കാരിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കാൻ ഹിസ്ബുള്ള ശ്രമിക്കുന്നുവെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-നാണ് ഹമാസ് ഇസ്രായേൽ കടന്നുകയറി 1200 പേരെ കൊലപ്പെടുത്തുകയും 250-ലേറെ പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തത്. ബന്ധുക്കളിൽ 100ഓളം പേർ ഇപ്പോഴും ഹമാസിന്റെ തടവിൽ തന്നെയാണ്. ഇവരിൽ പകുതിയോളം പേർ കൊല്ലപ്പെട്ടെന്നാണ് കരുതുന്നത്. ഹമാസിന് തിരിച്ചടി നൽകാൻ ഇസ്രായേൽ പിറ്റേന്ന് ആരംഭിച്ച യുദ്ധത്തിൽ ഗാസയിൽ 42,000-ലേറെ പേർ കൊല്ലപ്പെട്ടു. ഹമാസിനൊപ്പം യുദ്ധമുഖം തുറന്ന ഹിസ്ബുള്ളയ്ക്കും ഹൂതികൾക്കുമെതിരെ ഇസ്രായേൽ സൈനിക നടപടി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഹിസ്ബുള്ളയ്ക്കെതിരായ യുദ്ധത്തിൽ ലെബനനിൽ 1400 പേർ മരണപ്പെട്ടു. ഇതിനിടെ ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയ, മുതിർന്ന കമാൻഡർ മുഹമ്മദ് യോദവ്, ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുള്ള തുടങ്ങിയ പ്രധാനികളെ അടക്കം ഇസ്രായേൽ കൊലപ്പെടുത്തുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.